ഹായ് ഓൾ. ഇന്ന് പീറ്റർ പാൻ കോളർ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹക്കോബ ടോപ്പിൻ്റെ ഡിസൈനിങ് ആണ് കാണിക്കുന്നത്. ഫസ്റ്റ് ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് എക്സ്ട്രാ പാർട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. സെയിം അതുപോലെ തന്നെ ഫ്രണ്ടും വീനക്കായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതും ഹക്കോബ ക്ലോത്തിൻ്റെ പുറത്ത് ലൈനിങ് കട്ട് ചെയ്ത പീസ് വെച്ചിട്ട് അതിൻ്റെ സൈഡ് വഴി ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ വരുന്നത് സ്റ്റിച്ചിൻ്റെ പുറത്ത് കാണുന്ന എക്സ്ട്രാ വരുന്ന പീസസ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇത് ലൈനിങ് അറ്റാച്ച് ചെയ്യാൻ വളരെ എളുപ്പമുള്ള മാർഗ്ഗമാണ്. അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും സൈസിൽ വ്യത്യാസം വരുവാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് ഡിഫിക്കൽട്ടായിട്ട് വരും. എന്നിട്ട് ജസ്റ്റ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത പാർട്ടിൽ നിന്ന് ഉൾവശം പുറത്തെടുത്ത് ഇട്ടുമ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് നെക്കും എല്ലാം കറക്റ്റായിട്ട് കിട്ടും. ഇനി ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ജസ്റ്റ് ജോയിൻ ചെയ്തെടുത്താൽ മതി സൈഡ് വഴി. അടുത്ത് കോളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു 2 പീസ് ക്ലോത്ത് എടുക്കുക. അതിൻ്റെ ഒരു 5 ഇഞ്ചൊക്കെ വീതിയിൽ ഒരു 7 ഇഞ്ചൊക്കെ നീളത്തിലെടുക്കുക. നീളം ആ വി നെക്കിൻ്റെ കഴുത്ത് എത്ര ഇറങ്ങിയിട്ടുണ്ടോ അത് മെഷർ ചെയ്തിട്ട് അതിനനുസരിച്ച് എടുക്കുക. ഒരു 7 ഇഞ്ചൊക്കെ മതിയാകും. എന്നിട്ട് ഈ പീസ് ക്ലോത്തിൽ നമ്മൾ ജസ്റ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡിസൈൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ബ്രദറിൻ മെഷീനിൽ കുറച്ച് സ്റ്റിച്ചസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു സ്റ്റിച്ച് എടുത്തിട്ട് പ്ലെയിൻ ക്ലോത്തിൽ ജസ്റ്റ് ഡിസൈൻ ചെയ്യാണ്. ഇത് എംബ്രോയ്ഡറി ത്രെഡ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ആ ഡിസൈൻ ഇങ്ങനെ നീളത്തിലുള്ള ഡിസൈനാണ്, അത് സ്ക്വയർ ഷേപ്പ് പോലെ ചെയ്തെടുക്കുകയാണ്. ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ കോളർ ഒന്ന് സ്റ്റിഫായിട്ടിരിക്കാൻ വേണ്ടി ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ആ ട്രേസിങ് പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമ്മുടെ കോളർ സ്റ്റിഫായിട്ടിരിക്കുകയുള്ളൂ. എൻഡിൽ വന്നിട്ട് ജസ്റ്റ് ഒരു ചെരിച്ചിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക. അത് വി ഷേപ്പിൽ വരാനാണ്. എന്നിട്ട് ഉൾവശം നമ്മൾ പുറത്തേക്കിടുക, നല്ല വശം പുറത്തെടുക്കുക. എന്നിട്ട് സൈഡിൽ നിന്ന് ജസ്റ്റ് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 കോളർ റെഡിയായി വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് അത് ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്താൽ മതി. അടുത്ത സ്ലീവ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്ലീവ്സിൽ ലൈനിങ് വയ്ക്കുന്നില്ല. ജസ്റ്റ് 2 സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കുക. ഒരു 6 ഇഞ്ചൊക്കെ ഇറക്കം മതിയാവും. അതിൻ്റെ എൻഡിൽ ജസ്റ്റ് ഒരു നീളത്തിൽ ഡിസൈൻ സെൽഫ് വർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് പ്ലെയിൻ ആയിട്ടുള്ള ലൈനിങ് ക്ലോത്തിൽ ജസ്റ്റ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ഡിസൈൻ കൊടുക്കുക. 2 ഇഞ്ചൊക്കെ വീതിയിലുള്ള ക്ലോത്ത് മതിയാവും. അതിൻ്റെ ഒരു എൻഡിലായിട്ട് വേണം ഡിസൈൻ കൊടുക്കാൻ. മറ്റേ എൻഡ് ജസ്റ്റ് മടക്കി ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് എൻഡ് വഴി ജോയിൻ ചെയ്ത് കൊടുക്കുക, മടക്കി വെച്ചിട്ട്. എന്നിട്ട് അതിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ജസ്റ്റ് അറ്റത്തൂടെ സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് സ്ലീവ്സ് കിട്ടും. ഇനി നമ്മൾ ഡിസൈൻ ചെയ്ത 2 സ്ലീവ്സും ബോഡി പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. വളരെ ഈസിയാണ് പീറ്റർ പാൻ കോളർ ചെയ്യാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.